നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് വൈകുന്നേരത്തോടുകൂടി. തിരുവനന്തപുരത്ത് അദ്ദേഹം ഇറങ്ങുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട 2 ദിവസം, അടുത്ത 2 ദിവസം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനിരിക്കുന്ന ദിവസങ്ങളാണ്. ഉച്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് അദ്ദേഹം പോകുമെന്നാണ് വിവരം. കന്യാകുമാരിയിൽ നിന്ന് പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലെത്തി ധ്യാന മണ്ഡപത്തിൽ പ്രധാനമന്ത്രി ധ്യാനമിരിക്കും. അതേസമയം മോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ധ്യാനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. DMKയും പരാതി നൽകിയിട്ടുണ്ട്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഈ പ്രധാനമന്ത്രിയുടെ യോഗത്തിന്, ഈ ധ്യാനത്തിനെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തള്ളി എന്ന വിവരം പുറത്തു വരുന്നു. ധ്യാനത്തെ പ്രചരണമായി കാണാൻ പറ്റില്ല എന്ന നിലപാടിലാണ്. ധ്യാനം തുടരും. അപ്പോൾ അത് സംഭവിക്കും എന്ന് തന്നെ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? വൈകിട്ട് 3:55 കൂടിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നതിന് ശേഷം 4:55 കൂടി ഹെലികോപ്റ്റർ വഴി കന്യാകുമാരിയിലേക്ക് പോകും. അവിടെ തമിഴ്നാട് സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിലായിരിക്കും പ്രധാനമന്ത്രി പോവുക. അവിടെ നിന്നും ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമായിരിക്കും ബോട്ട് വഴി വിവേകാനന്ദ പാറയിൽ പോകുന്നത്. അവിടെയാണ് 45 മണിക്കൂർ പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത്. ജൂൺ 1-നാണ് തിരിച്ച് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക. എന്തായാലും ലോക്സഭാ ഇലക്ഷൻ അവസാനഘട്ട പരസ്യ പ്രചാരണവും അവസാനിക്കുന്നതോടുകൂടി മോദി ഇത്തരത്തിൽ ധ്യാനത്തിനെത്തുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്തും അവസാന ഘട്ടത്തിൽ മോദി ഇത്തരത്തിൽ ധ്യാനത്തിന് പോയിരുന്നു. കേദാർനാഥിലാണ് അന്ന് ധ്യാനം വരുന്നത്. അന്ന് വലിയ വാർത്തകളിലൊക്കെ വലിയ പ്രാധാന്യം നേടിയതായിരുന്നു അത്. ആ ഒരു സാഹചര്യം, ആ ഒരു ചരിത്രം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകിയിരുന്നത്. വാർത്തകളിൽ നിറയാനുള്ള, അല്ലെങ്കിൽ പ്രചാരണത്തിന് ഉള്ള ഒരു തന്ത്രമാണിത്. വാർത്തകളിൽ നിറയാനുള്ള ഒരു തന്ത്രമാണ് പ്രധാനമന്ത്രിയുടെ ഈ ധ്യാനം എന്നായിരുന്നു കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കാട്ടിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നത്. TMC അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇത്തരത്തിൽ ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് തള്ളിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കോൺഗ്രസ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒരുപാട് ആരോപണങ്ങളുമായി സമീപിച്ചിരുന്നു. 2019 അന്നത്തെ മോദിയുടെ ഒരു ധ്യാനം ഒരുപാട് വാർത്തകളിൽ പ്രാധാന്യം നേടിയതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കണം കോൺഗ്രസ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. എന്തായാലും മോദിയുടെ ഈ ധ്യാനത്തിന് വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 8 പോലീസ് മേധാവികളടക്കം 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കന്യാകുമാരിയിൽ വലിയ സുരക്ഷാ വലയം തീർക്കുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷയുണ്ട്, സഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട്. ഇത്തരത്തിൽ വലിയ സുരക്ഷയാണുള്ളത്. എന്തായാലും 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി ജൂൺ 1-നായിരിക്കും പ്രധാനമന്ത്രി മടങ്ങുക. ഇന്ന് 3:55 കൂടി തിരുവനന്തപുരത്തെത്തി 4:55 കൂടിയാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു ധ്യാനം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.